ഉപയോഗിച്ചിട്ടുള്ള OBD2 കണക്ടറുകളെ കുറിച്ചാണ്. സാധാരണയായി ഒരു 16 പിൻ ഫീമെയിൽ കണക്ടർ ആണ് വാഹനത്തിൽ OBD2 സ്കാനിംഗ് ടൂൾ ഇന്റർഫേസ് ചെയ്യുവാനായി ഉപയോഗിക്കുക. എന്നാൽ BMW വാഹനങ്ങളിൽ 20 പിൻ മെയിൽ കണക്ടറാണ് ഉള്ളത്. ഇനി നമുക്ക് ഒരു 16 പിൻ OBD2 ഇന്റർഫേസ് കണക്ടറിലെ ഓരോ പിന്നുകളും എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് പരിശോധിക്കാം. പിൻ നമ്പർ 1, 3, 8, 9, 11, 12, 13 എന്നീ 7 പിന്നുകൾ സാധാരണയായി ബ്ലാങ്ക് പിന്നുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സാധാരണ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർഫേസിംഗിൽ ഈ പിന്നുകൾക്ക് ഉപയോഗം കുറവാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കില്ല ഈ പിന്നുകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ. ഓരോ വാഹന നിർമ്മാതാക്കളും അല്ലെങ്കിൽ വെണ്ടേഴ്സും അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ഈ പിന്നുകൾ ഉപയോഗിക്കുന്നു. SAE, ISO മുതലായ ഏജൻസികളാണ് സാധാരണയായി ഓട്ടോമൊബൈൽ എക്യുപ്മെന്റുകൾ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കൊടുക്കുന്നത്. പിൻ നമ്പർ 2 SAE ബസ് പോസിറ്റീവ് J1850 എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു വേരിയബിൾ പൾസ് വിഡ്ത്ത് സിഗ്നൽ ആയിരിക്കും ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക. സാധാരണയായി GM വെഹിക്കിൾസിൽ ഈ പിൻ ഉപയോഗിക്കുന്നു. പിൻ നമ്പർ 10 പിൻ നമ്പർ 2 നെഗറ്റീവ് ബസ് പിൻ പ്രോട്ടോകോൾ ആണ്. പിൻ നമ്പർ 4 and 5 ഗ്രൗണ്ട് ആയിരിക്കും. വാഹനത്തിന്റെ വിവിധ സിസ്റ്റംസും ചേസിസുമായും ഈ പിൻ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. പിൻ നമ്പർ 6 അതിന്റെ പേര് ISO 15765/4 എന്നാണ്. CAN ഹൈ ആണ് ഇത്. 1 Mbps അതായത് 1 MB/s സ്പീഡിൽ 2 വയർ CAN പ്രോട്ടോകോളിന്റെ ഹൈ പിൻ ആണ് ഇത്. പിൻ നമ്പർ 14 പിൻ നമ്പർ 6 ലോ പിൻ ആണ്. സ്വാഭാവികമായി ഇതിന്റെയും സ്പീഡ് 1 MB/s തന്നെ ആയിരിക്കും. പിൻ നമ്പർ 7 ISO 9141 K ലൈൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊരു സിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ K ലൈൻ ആണ്. പിൻ നമ്പർ 15 ISO 9141 L ലൈൻ. ഇതും ഒരു സിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ലൈൻ ആണ്. പിൻ നമ്പർ 16 ബാറ്ററി വോൾട്ടേജ് കൊടുക്കുന്ന ഒരു ലൈൻ ആണിത്. ഇതെപ്പോഴും പോസിറ്റീവ് 12 വോൾട്ട് സപ്ലൈ നൽകിക്കൊണ്ടിരിക്കും. OBDകൾ സാധാരണയായി ഒരു സിംഗിൾ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ അല്ല ഉപയോഗിക്കുന്നത്. ഡിഫറന്റ് ലാംഗ്വേജുകളുടെ ഒരു സമ്മിശ്ര രൂപമാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ ഓഫ് ഡിഫറന്റ് പ്രോട്ടോകോൾസ് വിവിധ ഡാറ്റകൾ ആക്സസ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന 5 പ്രധാന പ്രോട്ടോകോളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് SAE J1962 EOBD സ്റ്റാൻഡേർഡ്. 2 SAE J1850 പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. 3 SAE J1850 വേരിയബിൾ പൾസ് വിഡ്ത്ത്. 4 ISO 9141 and KWP 2000. 5 CAN. CAN എന്നാൽ കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടറിന്റെ സഹായമില്ലാതെ വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി ശേഷിയുള്ള നെറ്റ്വർക്കിനെയാണ് കൺട്രോളർ നെറ്റ്വർക്ക് അഥവാ കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക് CAN എന്ന് വിളിക്കുന്നത്. ഒരു മാനുഫാക്ചേഴ്സും സ്ഥിരമായി ഒരു പ്രോട്ടോകോൾ തന്നെ ഫോളോ ചെയ്യണ പതിവില്ല. വിവിധ മോഡലുകളിൽ വിവിധ പ്രോട്ടോകോളുകൾ ആയിരിക്കും ഫോളോ ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന OBD സ്കാനർ അല്ലെങ്കിൽ OBD റീഡർ
പ്രസ്തുത പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നതായിരിക്കണം. അടുത്ത ക്ലാസ്സുകളിൽ വിവിധ OBDകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, OBD സ്കാനറുകൾ അല്ലെങ്കിൽ റീഡറുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചും വിവിധ ഫാൾട്ട് കോഡുകളെ കുറിച്ചും വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.